ഓറഞ്ച് ബുക്കിൽ മുന്നറിയിപ്പ്. തീക്ഷ്ണ മഴ മിന്നൽ പ്രളയത്തിന് കാരണമായേക്കാം. ചുരുങ്ങിയ സമയത്തിൽ പെയ്യുന്ന തീക്ഷ്ണ മഴ സംസ്ഥാനത്ത് മിന്നൽ പ്രളയത്തിനും വെള്ളപ്പൊക്കത്തിനും വഴിവെച്ചേക്കാമെന്ന് ദുരന്ത നിവാരണി അതോറിറ്റി. അടുത്ത കാലത്തായി മഴയുടെ തീക്ഷ്ണത കൂടുകയും ചുരുങ്ങിയ സമയത്തും ദിവസങ്ങളിലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മഴ പെയ്യുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയ ഓറഞ്ച് ബുക്കിൽ പറയുന്നു. തീക്ഷ്ണത കൂടിയ മഴയിൽ കണ്ടൂടെ? പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. ജോലി അയ്യോ, എന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു. ഇതൊക്കെ വായിച്ചാലേ PSC ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ആ മെണ്ണം തോന്നുന്നു. ഈ വീട്ടിന്റെ ബാക്കിൽ എന്തുമാത്രം പണി കിടക്കണം എന്നറിയാമോ? ആണോ പണി കിടക്കണം അവിടെ? ചേട്ടൻ എങ്ങനെ അറിഞ്ഞു? ഞാൻ കണ്ട്. ആണോ കണ്ടായിരുന്നു പണി കിടക്കണം? ഞാൻ കണ്ടായിരുന്നു. എന്നാ പോയി ചെയ്യ്. ഞാൻ പോയി ചെയ്യാനാ? നീ അങ്ങോട്ട് പോയി ചെയ്യ്. ഞാൻ പോയി ചെയ്യാനാ? നിനക്കെന്ത് കുഴപ്പം? ചേട്ടനെന്ത് കുഴപ്പം? പോയി ചെയ്യ അങ്ങോട്ട്. ശരി തമ്പുരാട്ടി, എന്നാ അങ്ങനെ ആവട്ടെ. താങ്കൾ ഇത് വായിച്ചാലും. എന്തൊരു സ്വഭാവമാണത്. വീട് തന്നെ എന്തായാലും പിങ്കയെ കാണണം. ആരെവിടെ ഇരിക്കണേ? പിങ്കി, പിങ്കി ഇവളെവിടെ പോയി? ഇനി എന്റെ പാട്ട് കേട്ട ഇവള് വരുമെന്തായി? ദർശന ദർശന എന്റെ ദർശന ഇവളിഞ്ഞ് കോളേജിലൊക്കെ പോയ എന്തായി? ഞാൻ കണ്ണാപ്പി. കണ്ണാപ്പിയാ? ഏത് കണ്ണാപ്പി? പിങ്കയെ കാണാൻ വന്നെന്ന് പറഞ്ഞാൽ ഈ മാട എന്നെ ഇടിച്ച് പന്നിക്കിടും. കണ്ണാപ്പിക്ക് എന്റെ വീടിന്റെ ബാക്കിൽ എന്ത് കാര്യം? അത് ഞാൻ ഒരു വഴിപോക്കൻ. വഴിപോക്കനാ? എന്റെ വീടിന്റെ ബാക്കിൽ ഇവിടെ എന്തിനു വന്നേ? അത് ഞാൻ ഇങ്ങനെ ഇതിലേ കൂടി ഇങ്ങനെ വന്നിട്ടേ അവിടെ കൂടി ഇങ്ങനെ വന്ന് ഈ വീട് കണ്ട് ഇവിടെ വന്നപ്പോ എനിക്കൊരു ജോലി വേണമെന്ന് തോന്നി. ജോലി വേണം? അതിലേ കൂടെ പോയിട്ട് ഇവിടെ വരുമ്പോ ഇവിടെ ജോലിയൊക്കെ എന്താ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചാ? ഇവിടെ എന്താ? അതെന്തെങ്കിലും ഒരു ജോലി മതി അണ്ണാ. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇവിടെ ജോലി ഇല്ലാതിരിക്കണ എന്നെ ഒക്കെ നീ കോന അടിക്കണടാ. ഞാനേ ഇവിടെ ഈ വീട് മൊത്തം ഞാരിച്ചു പറക്കി. ഇവിടെ ഒന്നുമില്ല. അവള് പഠിക്കാനായിട്ടാ പോയോ എന്താ ഇവിടെ? ഹായ് ചേച്ചി. അയ്യോ ഞാൻ കള്ളയൊന്നുമല്ല, ഞാൻ കണ്ണാപ്പി. ഓ രാമണ്ണനെ അവിടെ വെച്ച് കണ്ടിട്ടാ ഇങ്ങോട്ട് വന്നേ. രാമണ്ണ നീ പോയില്ലേ? ഒരു ജോലി ഇട്ടാ ഞാൻ അങ്ങനെയാണോ പോവും? ജോലിയാ? എന്തെങ്കിലും ഒരു ജോലി താണ്ണ. ആരാന്തോ നീ പോടേ. ശരി അണ്ണാ, വീട്ടിൽ അമ്മയും കെട്ടിക്കാറായ 4 സഹോദരിമാരുള്ള ഒരു അനാഥനാണ് ഞാൻ. അയ്യോ പാവം ചേട്ടാ. അറിയവനാ ഇപ്പൊ പറഞ്ഞേട്ടാ, അവൻ അമ്മയും കെട്ടിക്കാറായ 4 സഹോദരന്മാരുള്ള അനാഥനാണ്. ഞാൻ ഉടായിപ്പൊന്നും അല്ല, അത് പറഞ്ഞു വന്നപ്പോ ഒരു ഫ്ലോയിൽ പറഞ്ഞത്. ചെറുക്ക നിനക്കിപ്പൊ എന്ത് വേണം? എന്തെങ്കിലും ഒരു ജോലി. എന്റെ പൊന്ന് കണ്ണാപ്പി, ഇവിടത്തെ കാര്യം അതിനെക്കാളും കഷ്ടമാണ്. ചേച്ചിയും കൂടി അങ്ങനെ പറയല്ലേ. ആ വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പർ ആയിട്ടൊരു ജോലിയാണ്. അവിടെ പണിയൊന്നുമില്ല. അങ്ങനെ പറയല അണ്ണ. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അയ്യോ പാവം ചേട്ടാ പാവം. ഈ വർക്ക്ഷോപ്പിലെ കാര്യമൊക്കെ എന്റെ അച്ഛനാണ് തീരുമാനിക്കുന്നത്. നീ പോ. എന്റെ അച്ഛവിടെ പോയി. അച്ഛനൊക്കെ എന്ത് ഇപ്പൊ ചോദിച്ചേ? ഇങ്ങനെ നോക്ക് കണ്ണാപ്പി മോനെ, ജോലി നമ്മൾ ശരിയാക്കി തരാം, പക്ഷെ ശമ്പളവും കിട്ടുമെന്നൊന്നും എനിക്ക് വേണ്ട. ശമ്പളം വേണ്ട, ജോലി മാത്രം മതി. അയ്യോ വീണ്ടും പാവം ചേട്ടാ, കഷ്ടം. നീ പോ. ഞാൻ പോകൂല, ജോലി കിട്ടിയാലും പോകും. എടാ വർക്ക്ഷോപ്പിൽ പോയിരിക്കാം, ഞാൻ അച്ഛൻ വരുമ്പോ പറയണ്ട്. അച്ഛൻ വരുമ്പോ അച്ഛനെ നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കണം എനിക്ക് ജോലി തരാൻ.
എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ. പറയോ ചേച്ചി? ഓ പറ. പാവം ചേട്ടാ, കഷ്ടം, പാവം. ഇതാണ് ഞാൻ ഇടയ്ക്ക് ആയിരത്തി സംസാരിക്കാത്തത്. ആവശ്യമില്ല സെന്റി വാരിയിട്ടുള്ളത്. നീ ആര്? നിങ്ങളാരി? നിങ്ങളാരുന്ന? ആ ഇത് എന്റെ വർഷാപ്പാണ്. നിങ്ങളെയാ? ആ രാമന്റെ അച്ഛൻ്റെ അല്ലേ? രാമന്റെ അച്ഛൻ തന്നെ ഞാൻ. അപ്പൊ നിങ്ങളെ വർഷാപ്പായിരുന്നേ? മാമ ഇത് കണ്ണാപ്പി പാവം ഒരു ജോലി അന്വേഷിച്ച് വന്നാണ്. ജോലി അന്വേഷിച്ചു വന്നതാ. ഞാൻ ഇവന് എന്തൊരു ജോലി കൊടുക്കും? അതല്ലേ പറഞ്ഞു വിട്. മാമ ഇത് നമ്മുടെ വർഷാപ്പല്ലേ, മാമന്റെ ഹെൽപ്പർ ആയിട്ടല്ലോ നിർത്തും മാമ. നിനക്ക് വലിയ പണിയല്ലോ അറിയാം. ഓ എനിക്ക് പണി അറിയാം. നിനക്ക് പണിയൊക്കെ അറിയാം? വണ്ടി പണി ഇല്ല, വണ്ടി ഓട്ടിക്കാൻ അറിയാം. അപ്പോഴും പണി അറിയായിരിക്കും. ഓ ഇവനെ പിടിച്ച് ഞാൻ ഇവിടെ ഹെൽപ്പാർ നിർത്തിയാകണ്ടേ കൊടുക്കും. ഞാൻ വല്ലയിടത്തും കയറി പോവേണ്ടി വരും. അതല്ലേ പാവം മാമ, എന്തെങ്കിലും ഒരു ജോലി കൊടുക്കും. എന്നാ ഞാൻ അവനൊരു ഇന്റർവ്യൂ നടത്താം. നീ ഇന്റർവ്യൂ നടത്തണ്ട, ഇന്റർവ്യൂ ഞാൻ നടത്തിക്കൊള്ളാം. എന്റെ വർഷാപ്പാണ്. മാമൻ ചോദിക്കും. ഡേ ആദ്യത്തെ ചോദ്യം, ഒരു വണ്ടി അങ്ങനെ ഓടിച്ചോണ്ട് വരുമ്പം അതിന്റെ ബാറ്ററി ഡൗൺ ആയി, നീ എന്ത് ചെയ്യും? നല്ല പട്ട് ചോദ്യം. ബാറ്ററി ഡൗൺ ആയി ഞാൻ അടുത്ത വർക്ക്ഷോപ്പിൽ കൊണ്ട് ഉടനെ കയറ്റും. തെറ്റ്. അടുത്ത ആളെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഇവിടെ എങ്ങനെ പൈസ വരും? നീ ഈ വർക്ക്ഷോപ്പിൽ കൊണ്ടുവരണ്ടേ, അപ്പോഴല്ലേ ഇവിടെ പൈസ വരുള്ളൂ. നാളെ തൊട്ട് ഈ റോഡില് ബാറ്ററി ഡൗൺ ആണ് എല്ലാ വണ്ടി ഞാൻ ഇവിടെ കൊണ്ടെത്തിക്കും. ശരി. രണ്ടാമത്തെ ചോദ്യം, സുന്ദരിയായ പെൺകുട്ടി ഞാനില്ലാത്ത സമയത്ത് സൂട്ടിയിൽ ഇവിടെ വന്ന് അതിന്റെ ഗെയർ സ്റ്റക്കായി പോയി, നീ എന്ത് ചെയ്യും? ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കും. നീ ചൊല്ലിക്കൊണ്ടിരിക്കൂ. ഇല്ല, ആശ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ബോറടിയൊക്കെ മാറ്റി വന്നിട്ട് ശരിയാക്കുന്നു പറയും. മിടുക്കനടാ നീ. അറിഞ്ഞോ അറിയാതെ പോലും രാമേട്ടൻ ആ ഭാഗത്തോട്ട് വിളിക്കല്. ഒരിക്കലും ജോലിക്ക് എടുക്കാൻ നിന്നെ അപ്പായ്മെന്റ് ആക്കിയിട്ടുണ്ട്. അയ്യേ ഇത്ര പെട്ടെന്നാ? എടാ സ്കൂട്ടി ഗിയറോ ഇല്ലടാ, നീ ഞാൻ എന്ത് ചെയ്യാൻ പോണത്? സ്കൂട്ടിയിൽ ഗിയർ ഇല്ലേ? ഉണ്ടെണ്ണ, ഉള്ള സ്കൂട്ടി ഉണ്ട്. ഇവരടിക്കാതെ വേണ്ട. അപ്പായ്മെന്റ് ആക്കി, ഇനി മാറ്റമൊന്നുമില്ല. താങ്ക് യു ആശാനെ, താങ്ക് യു അണ്ണാ. മാമ ഇവിടെ ഫ്രീ ആണെങ്കിലേ പാത്രം തേക്കാൻ വിട്ടേക്കണേ. ഇങ്ങേർക്ക് ഇത് എന്തെങ്കിലും കാര്യം ആശ? നമുക്ക് പണി തുടങ്ങാം. നീ എന്തിനാ ടൂൾസ് എടുത്തത്? നീ എന്റെ അടുത്ത് ചോദിക്കാ ടൂൾസ് എടുത്തത് എന്താ? ഇത് പിന്നെ കണിയാണോ വെച്ചിരിക്കണേ? കണിയാണ്. നീ ആള് കൊള്ളാളാ. ടൂൾസ് അവിടെ പോയി, ടൂൾസ് പോയി വണ്ടി ഓടാ. അയ്യേ, വണ്ടി ഉടയ്ക്കാനാ? വണ്ടി ഉടയ്ക്കാൻ എന്താ വണ്ടി ഉടയ്ക്കൂലേ? പോയി വണ്ടി ഓടാടാ. ഇവിടുത്തേക്ക് എടുത്തത് എന്താ ഒരു വിനയായി വന്നില്ല. അങ്ങോട്ട് പിങ്കയെ കാണാൻ വന്നിട്ട് കാണാനും പറ്റിയില്ല. കിളവനാണെങ്കിൽ മനുഷ്യർ പണിയെടുപ്പിച്ച് ഒപ്പാടും വരുത്തി. ഇവളിത് എവിടെ പോയി കിടക്കണേ? എന്തൊക്കെ ആഗ്രഹങ്ങളോട്ട് വന്നു കയറി ചെറുക്കാനായി ഞാൻ. എന്താ തുടങ്ങണ ആശാനെ? ഇറക്കി തന്നെ തുടങ്ങണേ ആശാനെ. ഈ വീട്ടില് പെൺകുട്ടികളൊന്നുമില്ല ആശാനെ. പിന്നെ ചിന്നു പെണ്ണല്ലടാ. ചിന്നു പെണ്ണ് തന്നെ, പക്ഷെ അതെന്റെ ചേച്ചിയല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് ഈ പെൺപിള്ളേര്. പെൺപിള്ളേരുണ്ടെങ്കിൽ ഇപ്പൊ എന്തൊരു വേണം? ഉണ്ടെങ്കിൽ എനിക്കൊന്നും വേണ്ട, എങ്കിൽ നമുക്ക് അച്ചടക്കത്തോടെയൊക്കെ നടക്കായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. നീ ഇവിടെ അച്ചടക്കത്തോടെ നിന്നതും കണ്ടല്ലേ, നിന്നെ ഞാൻ അച്ചടക്കം പഠിപ്പിക്കും. ഏറ്റില്ല. പിങ്കയെ കുറിച്ച് ചോദിച്ചിട്ട് ആരും ഒന്നും വിട്ടു പറയണമില്ല. ഹലോ. അയ്യേ ചെയ്യേ എന്തോ നോയിക്കൊണ്ടിരിക്കണ ഇങ്ങനെ? ആ പാലിനൊരു കള്ള ലക്ഷണമാണല്ലേ? ആർക്ക്?
കണ്ണാപ്പി. അങ്ങനെ നോക്കിയ വീട്ടില് കള്ളലക്ഷണം ഇല്ലാത്തായിട്ട് ഞാൻ മാത്രല്ലേ ഉള്ളൂ. അപ്പൊ ഞാനാ? നിങ്ങൾ രണ്ട് ഉണ്ടക്കള്ള എഴുതി വെച്ചിട്ടുണ്ട്, ഭൂലോ കള്ളനാണ്. ചേച്ചി ചേച്ചി എന്താണ് കിടന്ന് വിളിക്കണത്? നിങ്ങളുടെ കാര്യം വായിക്കുന്നേ. ചേച്ചി ഒരു ഗ്ലാസ് വെള്ളം തരുമോ ചേച്ചി? ജോലി ചെയ്ത് വയ്യ. എന്തോ ചേട്ടാ വെള്ളം കൂടെ ഞാനാ? അവിടെ ഇരിക്കല്ലേ, എടുത്ത് കൊടു. നീ ഇങ്ങനെ കുടി. എടാ നിന്റെ അടുത്ത് ഞാൻ ആദ്യം പറഞ്ഞാടാ, അച്ഛൻ്റെ ഉള്ള ജോലി ചെയ്യാൻ പോയ നീ വെള്ളം കുടിക്കുമെന്ന്. വെള്ളം കുടിച്ചാ? നീ ഇറങ്ങിക്കോ. ഇല്ലണ്ണ കുഴപ്പമില്ല, ഞാൻ എന്ത് ജോലിയാണോ ചെയ്യാം. അല്ല നിനക്ക് പാടുന്നല്ലേ പറഞ്ഞു. അല്ല കുഴപ്പമില്ല, ഇവിടത്തെ ജോലിയും കൂടി ആണെങ്കിലും ഞാൻ ചെയ്യാം. ചേച്ചി ആ ചൂലി ചൂലി താ ചേട്ടാ, ഞാൻ തൂക്കാം ഇവിടെ. അങ്ങനൊന്നും കുഴപ്പമില്ല, ഞാൻ ഇവിടെ തൂക്കാം. ഞാൻ ചെയ്തോളാം. ഇല്ല ചേച്ചി കുഴപ്പമില്ല, ചേച്ചി വിട്ടോ. എടാ എല്ലാം കൂടെ നിനക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നീ താ. ഇല്ല അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. ചേച്ചി വെക്കോ എങ്കിലേ ഇവിടെ തൂത്ത് കഴിഞ്ഞാൽ ചേച്ചിയെ സഹായിക്കാൻ പാത്രം തേക്കാൻ ഒന്ന് വരാം. കേട്ടാ. ഇതിന്റെ ഇടയിലാ തൂക്കണത്. നീ ഒരു കാര്യം, നീ മോളിൽ പോയി കംപ്ലീറ്റ് തൂത്തിട്ട്. മുകളിലാ? അയ്യേ, മോളിപ്പോ തൂക്കാൻ മോളെ തിരിച്ചോണ്ട് പോകണം. എർത്തുവാളി പൈലേ കേട്ടാ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്ക് മിണ്ടാതെ നീ പോയില്ലേ. ടണട്ടണ്ണ് ടൺ 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 ടണയ്ക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരിപ്പുകൂലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്ക് മിണ്ടാതെ നീ പോയില്ലേ. ഇത് പിങ്കിയുടെ ബുക്ക് തന്നെ. ഒരു ഐഡിയ ഉണ്ട്, ഇതിൽ ലെറ്റർ എഴുതി വെക്കാം. പിങ്കി വരുമ്പോ നെട്ടും. എന്തൊരു ഇവളെ തെളിയുന്ന പേനയൊന്നുമില്ലേ. തെളിയണം. എത്ര സമയം അറിയുന്ന മക്കളെ, ഇതുപോലെ കഞ്ഞിവെള്ളം ഉണ്ട് ഈ ഗ്ലാസ്. ആയില്ല മാമ, ചൂടുവെള്ളം തരട്ടെ. ചൂടുവെള്ളം വേണ്ട മക്കളെ, കഞ്ഞിവെള്ളം ആകുമ്പോ തന്നാ മതി എനിക്ക് കേട്ടോ. ശരി മക്കളെ, എന്തോ നമ്മളെ വളർത്താപ്പിക്കുന്ന പയ്യന് അവന്റെ പേരെന്തര്? ആര്? കണ്ണാപ്പിയാ? അവൻ ഇങ്ങോട്ട് കയറി വന്നാ? ഓ വന്ന, അവൻ തൂക്കാൻ പോയി മേളിൽ. എന്ത് മാമ തൂക്കാൻ പോയാ? അവൻ ആള് കൊള്ളാണ്ടി. നല്ല പയ്യൻ മാമ, നല്ല മനസ്സാണ് അവന്. ഞാനൊരു കാര്യം പറഞ്ഞ, ഈ വീട്ടിൽ ഒരാളും എന്റെ അടുത്ത് പറയാത്തൊരു കാര്യമാണ് അവൻ എന്റെ അടുത്ത് പറഞ്ഞത്. ചേച്ചി ഇങ്ങനെ ജോലി ചെയ്ത് ക്ഷീണിക്കണ എന്റെ മനസ്സിനെ താങ്ങണില്ല ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ടാണ് ചൂലും വാങ്ങിച്ചോണ്ട് തൂക്കാൻ പോയത്. അതെന്തൊരു മക്കളെ നീ ഇപ്പൊ അങ്ങനെ പറഞ്ഞത്? നോക്ക്, എന്റെ അവസ്ഥ നിനക്ക് അറിഞ്ഞില്ലേ? ഈ വയറും പറ്റുകൊണ്ട് എന്നെ കൊണ്ട് തൂക്കാനോ വരാനോ പറ്റൂ? പിന്നെ എനിക്കുള്ളൊരു പുത്രൻ അറിയാണ്ട് അവൻ കുഞ്ഞൊരു കുപ്പ അവ എടുക്കൂല. ഞാൻ തിരികെ അല്ല മാമ, ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞ, അവ ഒരു നല്ല പയ്യനാണെന്ന് ഞാൻ പറഞ്ഞ. അപ്പൊ വർഷാപ്പിലും വന്ന പണിയൊക്കെ ചെയ്യും കേട്ടാ. ചുറുചുറുക്കുള്ള പയ്യൻ. പിന്നെ പക്ഷേ അവനെ എന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് ഇപ്പൊ ഞാൻ നിർത്തിയിരിക്കുന്നത്. ഇതെന്തറിയാ, അപ്പൊ ശമ്പളം കൊടുക്കണ്ടല്ലേ, പണി പഠിക്കുന്നത് വരെ. അത് മോശം മാമ, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, അവൻ പാവല്ലേ. അത് കൊടുക്കാം, നമ്മള് വർഷാപ്പില് വണ്ടികൾ പണിക്ക് വരൂലേ, അത് നന്നാക്കി കൊടുക്കുമ്പോ പൈസകൾ കിട്ടുമല്ലോ, അത് ഇന്ന് കൊടുക്കാം പോരെ. ഇപ്പൊ കണ്ണാപ്പിക്ക് ശമ്പളം കിട്ടൂലല്ലേ? എന്താ പറഞ്ഞ? അല്ല ശമ്പളം കിട്ടൂലേ? കിട്ടൂലേ? കിട്ടൂ. കിട്ടും. പിന്നെ എന്താണ് ചർച്ച? അത് നമ്മുടെ പയ്യന്റെ കാര്യം പറയായിരുന്നു ഇവിടെ വർഷാപ്പിക്കണേ. അത് മറ്റേ പൈല കിടുകാപ്പി.
വേറെ കണ്ണെന്തേലും പിടിച്ചു പൈലേട്ടാ, ഒരു അഴുക ചെറുക്കൻ. അവന്റെ പശു നോക്കിയ മുടിയും തീപ്പന്തം പോലെ അവന്റെ തലയിൽ കണ്ടിട്ടുണ്ട്. അണ്ണാ എന്തിനണ്ണാ ആശാനെ പണി കണ്ട ചാച്ചേ ചാഞ്ഞേ വീട്ടിന്റെ ഫ്രണ്ടിൽ കിടന്ന് വിളിക്കുന്നു. ചേട്ടാ കുഴപ്പം വന്നപ്പോ തൊട്ട് അവന്റെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. എല്ലെങ്കിലും നല്ലതാരെങ്കിലും ചെയ്ത് നിനക്ക് ചോർത്തിരിത്ത് കൂടുതലാണ്. മാമ ഇതൊന്നും പ്രശ്നം എന്നറിയോ? ഇത് ഞാൻ തൂത്തോണ്ടിരുന്നപ്പോ എന്നെ സഹായിക്കാൻ ചൂലും കൊണ്ട് പോയില്ലേ, അതിന്റെ കടിയാണ് ഈ കാണിക്കുന്നത്. ആ അതിന്റെ തന്നെ അത് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞാൻ. നീ എന്ത് ചെയ്തു ചൂലും കൊടുത്ത് വീട്ടിനകത്ത് കയറ്റി വിട്ടത്? എന്ത് കുഴപ്പമെന്ത്? വർഷോ പണിക്കുന്നോ വിളി നിൽക്കണം. അവനെ അത് അവനുണ്ടല്ലേ കണ്ട കൈ കിട്ടണ ജീവി ഫ്രിഡ്ജൊക്കെ എടുത്തിട്ട് പോയി. അതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. ഒരേ സ്ഥലത്ത് അനങ്ങാതെ മണിക്കൂറോളം ഇരിക്കില്ല, അവസാനം അവൻ ചവറാണെന്ന് പറഞ്ഞ തൂത്തുവാരി എറി. ഓഹോ വാണി കൊടുക്കുമ്പോ നമ്മളെത്തിട്ട് ഡേയ് നല്ല രീതിയിൽ പണിയുന്ന പയ്യന്മാരെ കാണുമ്പോൾ നിനക്ക് ചോർത്തിരിത്ത് കൂടുതലാണ്. അത് ശരിയാണ് അച്ഛൻ. ഞാൻ കൊച്ചിലോട്ടെ പണിയെടുക്കുന്ന ആൾക്കാരെ കണ്ടല്ലോ വളർന്നത്, അതിന്റെ. അത് മാമനെ പറ്റിയാണ് പറഞ്ഞതെന്ന്. എന്നെ പറ്റിയാ പറഞ്ഞത്? എന്നെ പറ്റിയാണോ നീ പറഞ്ഞത്? നീ എന്നെ പറ്റിയാ പറഞ്ഞത്? നീ എന്തിനു പറഞ്ഞത്? നീ എന്നെ പറ്റി എന്താ നീ ജാണത് പറഞ്ഞാലേ നീ ഓ ഞാൻ വല്ല പറഞ്ഞോണ്ട് ഞാൻ കേട്ടാ. നോട്ട്ബുക്കാ എന്തര് നോക്കണുണ്ട്? അയ്യേ തുഴികുറ്റം പിടിച്ച പയലെന്ന്. മക്കളെ നീ കഞ്ഞിവെള്ള വർഷാപ്പിൽ കൊണ്ടുപോവാ, ഞാൻ അങ്ങോട്ട് പോട്ടെ. മാമനും കൊള്ളാം മോനും കൊള്ളാം. ഇനി ഞാൻ കഞ്ഞിവെള്ളം കൊണ്ട് ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കണം. ഇവിടെ ഒന്നും കുടിച്ചാൽ പറ്റൂല. ബെസ്റ്റ് ടീമുകൾ. പിന്നെ പിങ്കി നിനക്കത് ആ ബുക്ക് പഠിക്കാൻ വേണ്ടി അതുപോലെ ഇത് ആര് കൊണ്ടുവരണോ? ഞാനാ? എനിക്ക് വയ്യ, നീ പടി. ഓ TV ചാനലിനെ കണ്ട്. ഓ ആ വലത്തെ സൈഡിലോ? ഓ 4 ബുക്കല്ലേ? ആ 4 ബുക്ക് കണ്ട് ഓ നീ ഇതിൽ പോയി, ഞാൻ വിളിക്കാം. നീ മുടി കെട്ടി വെക്കുന്നേക്കാളും നല്ലത് അഴിച്ചിടണം. വിത്ത് ലവ് ഡാഷ് ലവ് ലെറ്ററാ? മുടി കെട്ടി വെക്കണേക്കാളും നല്ലത് വിത്ത് ഡാഷ്. ചിന്നു ഇവിടെ ചിന്നു ചിന്നു മുടി കെട്ടുന്നതിനേക്കാളും നല്ല അഴിച്ചിടുന്നതാണ്. നിങ്ങൾ ഈ ലെറ്റർ എഴുതുന്നവരെ നിർത്തിയില്ലേ മനുഷ്യ? ഞാൻ ആരെങ്കിലും കണ്ടാ നാണക്കേട്. നമ്മളിപ്പോ ലെറ്റർ എഴുതി കളിക്കാൻ നമ്മളെ പണ്ടത്തെ പോലെ പ്രേമിച്ചടക്കാണ്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. എന്തായാലും നിങ്ങളൊരു ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വേണമെങ്കിൽ മുടി അഴിച്ചിട്ട് കാണിച്ചു തരാം. ഒറ്റ ഇടിഞ്ഞ ഇടിച്ച് കരുതുന്നുണ്ട്. എടി ഇത് ഞാനൊന്നല്ല എഴുതിയെന്ന്. പിന്നെ ആരെഴുതിയത്? ആരെഴുതിയെന്ന് എനിക്ക് മനസ്സിലായി. മറ്റേ അവനാണ് കണ്ണാപ്പി. ഞാൻ ജോലിക്ക് എടുത്തപ്പോ എന്റെ ഭാര്യക്ക് ലെറ്റർ ഉണ്ടാക്കാൻ ആശാനെ ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ പോകാനേ. കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് ഒന്നുമില്ല. പണിയാട് ആശാൻ കുറച്ചു നേരം റെസ്റ്റ്. ആശാനെ പണിയാറ് അവിടെ റെസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിനക്ക് അറിഞ്ഞൂടാ എന്തിനൊന്നും. ഭാര്യക്ക് ലെറ്റർ കൊടുക്കണം. നീ പാവെന്ന് പറഞ്ഞ നീ ജീവിച്ചു പൊട്ട നീ എന്നെ ഭാര്യക്ക് ലെറ്റർ ചെയ്തല്ല. നീ ചിന്നുവിനല്ലടാ എഴുതിയത്. എന്റെ അമ്മ സത്യം ചിന്നു ചേച്ചിക്ക് അല്ല എഴുതിയത്. ഓഹോ അപ്പൊ നീ എഴുതി? ഞാൻ എഴുതി. നീ ലെറ്റർ എഴുതിയത്? അത് ഞാൻ ചിന്നു ചേച്ചിക്കല്ല, കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ അമ്മയുടെ സ്ഥാനത്താണെന്നാണ് എന്റെ അമ്മ പറഞ്ഞിട്ടുള്ളത്. അച്ഛാ ഞാൻ പറയണം അവനെ പറഞ്ഞു വിട്. ഇവനെവിടെ പറഞ്ഞു അടിച്ചവന്റെ കണ്ണാപ്പി. ഈ വീട്ടിൽ മുടി അഴിച്ചിട്ട ഭംഗി എനിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ആ പിങ്കി അവളിപ്പോഴും അവള് വീട്ടിൽ പോയില്ലേ? പിങ്കി അപ്പോഴും ഇവിടെ ഇല്ലേ? വീട്ടിൽ പോയാ? നിനക്കറിയാമോ? അത് പിങ്കി അറിഞ്ഞൂടാ. പിന്നെ ചേച്ചി ഇപ്പൊ പറഞ്ഞപ്പോ പിങ്കി നീ ഇന്ന് ഇവിടെ ഇറങ്ങിക്കോ, ഞാൻ പറയാം. നീ എന്തിനാ എഴുതിയത്? നീ അത് ഞാനാണെങ്കിൽ ബുക്കും പേനയും കണ്ടപ്പോ
മനസ്സിൽ തോന്നിയ ഒരു സിനിമയിലെ ഡയലോഗ് എഴുതി നോക്കിയതാണ് അണ്ണാ. സിനിമയുടെ ഡയലോഗ് നീ എന്റെ വാടിക്കട അണ്ണാ അമ്മയും പെങ്ങന്മാരും തിരിച്ചറിയാവുന്ന കണ്ണാപ്പി അക്ഷരങ്ങളെ സ്നേഹിച്ചു പോയി. അതാ ഞാൻ ചെയ്ത തെറ്റ്. അയ്യോ പാവം ചേട്ടാ, കഷ്ടമുണ്ട്. ഡേയ്, നിനക്ക് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടാ? ഉണ്ടാശാനെ. എന്നെ ഞാൻ കോളേജിൽ കൊണ്ടാക്കട്ടെ? സത്യം. സത്യം. ആ പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്തോന്നു? ഞാൻ 10ാം ക്ലാസ് തോറ്റുപോയി. 10ാം ക്ലാസ് തോറ്റാലും കോളേജിൽ ചേരാൻ പറ്റില്ലേ? പിന്നെ അതാ ജനിച്ച ഉടനെ നമുക്ക് കോളേജിൽ പോകാൻ പറ്റും. സത്യം. അപ്പൊ നീ 10 കുസ്തിയാണല്ലടാ? ചെറുതായിട്ടണ്ണ. ഇങ്ങോട്ട്